നമുക്ക് വലിയൊരു ആശങ്ക ഒരു കേരളത്തിന് പുറത്താണ്, പ്രത്യേകിച്ചൊരു മെട്രോ സിറ്റിയിലാണ്, ഒരു ബാംഗ്ലൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഒരുപാട് പ്രതിസന്ധി നമ്മുടെ പ്രവർത്തകർക്കുണ്ട്. എങ്ങനെ എത്തും, ട്രാഫിക്കൊക്കെ വലിയ പ്രശ്നമാവില്ലേ, ഭക്ഷണമുണ്ട്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഓരോ ആളുകൾക്ക്, യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഏത് വഴി തിരഞ്ഞെടുക്കാം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിവിടെ എത്തിയ സമയത്താണ് ഈ പാലസ് ഗ്രൗണ്ട് നമ്മുടെ മൈസൂർ കൊട്ടാരത്തിൻ്റെ അധീനതയിലുള്ള ഒരു ഗ്രൗണ്ടാണ് എന്നാണ് അറിയാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിനൊരുപാട് എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടക്കാറുള്ളൂ. അപ്പോൾ സംസ്ഥ പോലത്തെ ഒരു സംഘടന ഇവിടെ നടത്തുമ്പോൾ അതിൻ്റെ ഒരുപാട് ലീഗൽ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, നിയമപരമായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഗ്രൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ബാംഗ്ലൂരിലെ അരമന മൈതാനം എന്ന പാലസ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഏകദേശം 1,00,000-ൽ പരം ആളുകളാണ് ഇവിടെ എത്തിച്ചേരുക. അതിൻ്റെ സജ്ജീകരണങ്ങൾ DCP ഓഫീസുമായും ACP ഓഫീസുമായും PBMB അതുപോലെ തന്നെ ഫയർഫോഴ്സ് എല്ലാവരുമായും നമ്മൾ ബന്ധപ്പെട്ട് അതിൻ്റെ പെർമിഷന് മേടിച്ചിട്ടുണ്ട്. ഇന്നും അതിൻ്റെ ACP ഓഫീസിൽ പോയിട്ട് അതിൻ്റെ മൈക്ക് പെർമിഷന്, ഗ്രൗണ്ട് പെർമിഷന്, ട്രാഫിക് പെർമിഷന് എല്ലാം എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പ്രവർത്തകരായ 5000-ത്തോളം വളണ്ടിയറിന് പുറമെ പോലീസുകാരും ഇവിടെ എല്ലാ ബന്ദോബസ്തും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ട്രാഫിക് ഗതാഗതത്തെക്കുറിച്ചൊക്കെ എങ്ങനെയാണ്? ഇത് പൊതുവെ എങ്ങനെയാണ് അന്നത്തെ സജ്ജീകരണങ്ങൾ എന്തായിരിക്കും? ഒരുപാട് ആളുകൾ, 1,00,000 ആളുകൾ ഉൾക്കൊള്ളുന്ന ഇതൊരു പ്രധാനപ്പെട്ട എയർപോർട്ട് റൂട്ടാണ്, സിറ്റിയുടെ ഏറ്റവും നടുവിലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ ഏകദേശം 1,00,000-ത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 5000-ൽ പരം വളണ്ടിയേഴ്സ്മാർ നമ്മൾ തന്നെ നിയമിച്ചിട്ടുണ്ട്. അതിന് പുറമെ പോലീസുകാരോട് നമ്മൾ 1,00,000-ൽ പരം ആളുകളെ സജ്ജീകരണത്തിന് വേണ്ടിയിട്ടുള്ള പോലീസുകാരെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രാഫിക് സുഗമമായി നടത്തിപ്പിന് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ബാംഗ്ലൂരിൻ്റെ ഒരു 80% സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള ആക്സസ്സാണ് നമ്മളെ പരിപാടി നടക്കുന്ന ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നും മംഗലാപുരത്തു നിന്നൊക്കെ വരുന്ന ബസ്സുകളും കാറുകളും ഒക്കെ 10 മണിക്ക് മുമ്പായി ഇവിടെ എത്തുന്ന രീതിയിൽ മെസ്സേജ് കൊടുക്കാനാണ് തീരുമാനിച്ചത്. രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ എല്ലാ ബസ്സുകളും നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എൻ്റർ ആവണം. അതിൻ്റെ ശേഷം അത് ബുദ്ധിമുട്ടാകും. കാരണം ഒരേ സമയത്ത് ഏകദേശം 2000-ത്തോളം ബസ്സുകളിൽ 2500-ഓളം ബസ്സുകൾ ഈ ഒരു റോഡിൽ, ചെറിയ സൗകര്യമുള്ള റോഡിൽ, പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് സിറ്റിയുടെ നടുവിലുള്ള സ്ഥലമാണ്. സെൻട്രൽ സിറ്റിയിലാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്ലാനിങ് നടത്തിയാലേ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. രാവിലെ 10 മണിക്ക് എന്ന് പറയുമ്പം സമ്മേളനം ഏകദേശം നമ്മളൊരു വൈകിട്ടാണ് ആരംഭിക്കുക. അപ്പോൾ ഈ രാവിലെ 10 മണിക്ക് എന്ന് പറയുമ്പം അതിനുശേഷവും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഗ്രൗണ്ടിൽ ഇടം കിട്ടാത്തൊരവസ്ഥയുണ്ടാവും. അല്ല, ഞങ്ങൾ മെസ്സേജ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ബസ്സുകൾ സാധാരണ വരിക, നാട്ടിൽ നിന്ന് ഹൈവേയിൽ വരുന്ന ബസ്സുകൾ തീർച്ചയായിട്ടും രാത്രിയാണ് അവരിന്ന് വിടുക. അപ്പോൾ അവരെന്തായാലും 6 മണി 7 മണിക്കുള്ളിൽ നമ്മൾ ബാംഗ്ലൂരിലെത്തും. അപ്പോൾ അവർ സാധാരണ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നാലും വൈകിട്ട് 5 മണിക്കുള്ള പരിപാടിക്ക് കാലത്ത് ഇവിടെ എത്തി ഇവിടെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, ചിലപ്പോൾ പർച്ചേസ് ഉണ്ടാവും, ഇറങ്ങാനുണ്ടാവും. അതുകൊണ്ട് ആദ്യം വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ശേഷം അവർ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക എന്നാണ്. പിന്നെ ഒറ്റയായി വരുന്ന വാഹനങ്ങൾക്ക് ഇതിപ്പോൾ 5 മണി വരെ നമുക്ക് എൻട്രി കൊടുക്കാൻ പറ്റും. പക്ഷേ കൂടെ ഒരു 80% വാഹനങ്ങൾ 10 മണിക്കുള്ളിലായിട്ട് തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറാനുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വാഹനങ്ങൾക്ക് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സ്പേസ് ഉണ്ടാവും? പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഏകദേശം 1200-1300-ഓളം ബസ്സുകൾക്കും ഏകദേശം 1000-ത്തോളം കാറുകൾക്കും പിന്നെ ബൈക്കിൻ്റെ സൗകര്യം അത്യാവശ്യത്തിന്. ബൈക്ക് ഒരു വിഷയമല്ല, എത്ര വന്നാലും കുഴപ്പമില്ല. അത് സിറ്റിയിലുള്ള ആൾക്കാർ, ഇവിടെ ലോക്കലിലുള്ള ആൾക്കാരല്ലേ ബൈക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് സൗകര്യങ്ങൾ, പാർക്കിംഗ് ഗ്രൗണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് വരുന്ന വഴിയിലാണ് പ്രശ്നം. ബാംഗ്ലൂർ പോലുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഇതിൻ്റെ ആൾക്കാർക്ക്, നമ്മൾ ഡെലിഗേറ്റ്സിന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ആ രീതിയിലുള്ള മെസ്സേജ് കൊടുക്കുക. 10 മണിക്കുള്ളിലായിട്ട് ഏകദേശം 80% വണ്ടികളും 10 മണിക്കുള്ളിലായിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എൻ്റർ ആണോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഈ ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും തമ്മിലുള്ള വ്യത്യാസം, സമ്മേളന നഗരിയും പാർക്കിംഗ് ഗ്രൗണ്ടും തമ്മിൽ പാർക്ക് ചെയ്തതിന് ശേഷം എത്ര നടക്കാനുണ്ടാകും? ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് കാറിൻ്റെയും ബൈക്കിൻ്റെയും പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ഉണ്ട്.
പിന്നെ ഇപ്പോൾ പരിപാടി സമ്മേളനം നടക്കുന്ന ഗ്രൗണ്ടുമായിട്ട് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടാണ് ബൈക്ക് കാറിനുള്ളത്. അതുപോലെ ബസ്സിനുള്ളത് ഏകദേശം ഒരു 400-500 മീറ്റർ ദൂരെ തന്നെയാണ്. സാധാരണ നമ്മൾ പിന്നെ ബീച്ചിലൊക്കെ വെക്കുന്ന പരിപാടിൻ്റെക്കാളും കൂടുതൽ സൗകര്യം ആൾക്കാർക്ക് ഒരു 5-6 കിലോമീറ്റർ ഒന്നും നടക്കേണ്ടി വരുന്നില്ല. മാക്സിമം ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് എത്താൻ കഴിയും. വേറെ എന്തെങ്കിലും പാർക്കിംഗായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ല, പറയാനുള്ളത് വേറൊരു കാര്യം കൂടിയുണ്ട് മെസ്സേജ് പറയാനില്ല. കാരണം കൂടുതൽ ആൾക്കാർ മാക്സിമം ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് ബാംഗ്ലൂർ മലബാർ മേഖലയിലുള്ള ആൾക്കാർക്കൊക്കെ ബാംഗ്ലൂർ പല രീതിയിലുള്ള പരിചയവും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആൾക്കാർ മറ്റ് സമ്മേളന നഗരിയായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താതെ ദൂരെയുള്ള പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി അവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഊബർ മെട്രോ പോലെയുള്ള സൗകര്യങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഞങ്ങൾ വരുന്ന എല്ലാവരും അവസാനത്തെ ആളും കൂടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ ഇവിടെ വന്നു പോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഓർഗനൈസിംഗ് കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്ലാനിങ്. ബാക്കി എല്ലാവരും വരുന്ന ആൾക്കാർ കൂടി നമ്മുടെ ഇൻസ്ട്രക്ഷന് അനുസരിച്ച് സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രീതിയിൽ പരിപാടി നടത്താൻ കഴിയും. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ ഈ സംഘാടകരുടെ കൂടെ തന്നെ ഉണ്ടാകും. അവരാണ് നിങ്ങൾക്ക് ഉള്ള എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും അവരെ ഇവിടെ നിന്ന് നൽകും. സുപ്രഭാതം ഓൺലൈൻ ഫോളോ ചെയ്യുക, തുടരുക. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ഓരോ അപ്ഡേഷനുകളും മണിക്കൂറുകൾ വീതം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. അത് നിങ്ങളുടെ സുഗമമായ യാത്രയ്ക്കും തിരിച്ചുപോക്കിനുമൊക്കെ സഹായകമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.